ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. പൊട്ടിക്കരയുന്ന നൂർജഹാനോട് സത്യാമ്മ പറയുക, മോള് ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം മോളെ ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കത്തില്ല, മോള് കരയണ്ട എന്നും പറഞ്ഞ് സത്യാമ്മ നൂർജഹാനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. സന്തോഷത്തോടെ രാഘവേട്ടൻ ഇതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് കാണുകയാണ്. വിഷ്ണുവിൻ്റെ പിറന്നാളായതുകൊണ്ട് ശാലിനിയും ജയശ്രീയും കൂടെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പ്രസാദമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. രാവിലെ ഞാൻ ഒന്നും ഉണ്ടാക്കാതെയാണ് പോകുന്നത്. അച്ഛനും മക്കളും എഴുന്നേറ്റിട്ടുണ്ടാവുമോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്നൊന്നും അറിയില്ല. ശാലിനി ജയശ്രീയോട് പറയുവാണ്. ജയശ്രീ ചോദിക്കുന്നു, അതെന്താ പിറന്നാളുകാരനല്ലേ ആദ്യം വരേണ്ടത്, വിഷ്ണുവേട്ടൻ എന്താ അമ്പലത്തിൽ വരാഞ്ഞത്? അത് ഞാൻ ഇന്നലെ പറഞ്ഞതാ, ആളിന് ഭയങ്കര മടി, ഞാൻ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ പ്രാർത്ഥിച്ചാലാണ് പെട്ടെന്ന് ഭഗവാൻ കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരു സോപ്പിടിലൊക്കെ ആയിരുന്നു. എനിക്ക് അപ്പോഴേ തോന്നി അമ്പലത്തിൽ പോകാൻ മടിയായതുകൊണ്ടാണ്. അപ്പോൾ അകത്തുനിന്ന് സത്യ ഓടി വരുന്നുണ്ട്. സത്യ ഓടി ഒളിക്കുന്ന കണ്ടുകൊണ്ട് ശാലിനി ചോദിക്കുന്നു, അല്ല സത്യ, നീ എന്തുവായി കാണിക്കുന്നു? അമ്മേ മിണ്ടല്ലേ, അച്ഛൻ വരുന്നുണ്ട്. അപ്പോഴകത്തു നിന്നും വിഷ്ണു സത്യേ സത്യ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ശാലിനി സത്യയെ കണ്ടോ? അവൾ ഈ വഴി വരുന്ന കണ്ടല്ലോ. സത്യ അവിടെ ഒളിച്ചിരുന്നുണ്ട്, അമ്മയെ കണ്ണ് കാണിക്കുന്നുണ്ട്, പറയല്ലേന്ന്. ശാലിനി സത്യ ഇങ്ങനെ നോക്കുവാണ്. വിഷ്ണു പറയുന്നു, അവൾ ഇങ്ങോട്ടാണല്ലോ ഓടി വന്നത്, അവളെ കുളിപ്പിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ലെന്നേ. സത്യ, നീ വേഷം കെട്ടെടുക്കരുത്, ഇങ്ങോട്ട് വാ, എൻ്റെ പൊന്നു മോളല്ലേ എന്നൊക്കെ വിഷ്ണു വിളിക്കുന്നുണ്ട്. എടി മോളെ, വന്ന് കുളിക്കടി, എടി സമയമില്ലടി. ശാലിനി അന്നേരം സത്യം നോക്കി പറയുന്നു, അമ്പടി കള്ളി, അപ്പോൾ കുളിക്കാൻ മടിയായിട്ടാണ് ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്നത് അല്ലേ? അത് വിഷ്ണു കാണുന്നുണ്ട് അവളെ. അച്ഛാ, ഞാൻ വൈകിട്ട് കുളിച്ചോളാം, എന്നെ വിടച്ച എന്ന് സത്യ പറയുന്നുണ്ട്. പപ്പിയോടെ കുളിക്കാൻ നിൽക്കുക, നിനക്കെന്താ, വന്ന് കുളിക്ക് എന്ന് പറയുമ്പോഴും സത്യ സമ്മതിക്കുന്നില്ല. അച്ഛൻ്റെ നല്ല മക്കളല്ലേ, ഇന്ന് അച്ഛൻ്റെ പിറന്നാളല്ലേ എന്നൊക്കെ പറയുമ്പോൾ സത്യ പറയാ, പിറന്നാളാണെങ്കിൽ അച്ഛനല്ലേ കുളിക്കേണ്ടത്, അതിന് ഞാനല്ലല്ലോ. അങ്ങനെ വല്ല ചാതിലും വിഷ്ണു സത്യ പൊക്കിയെടുത്തോണ്ട് പോവാണ് കുളിപ്പിക്കാനായിട്ട്. കുളിപ്പോകുന്ന ദിവസമേ രണ്ടുപേരും ഒരു മടിയില്ലാതെ കുളിക്കുന്നതാ. പക്ഷെ ഇന്ന് അച്ഛൻ്റെ പിറന്നാളായിട്ട് കുളിക്കാൻ മടി. ശാലിനി ഇങ്ങനെ ജയശ്രീയോട് പറയുവാണ്. പിറന്നാളായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ ചേച്ചി എന്നിങ്ങനെ ജയശ്രീ ചോദിക്കുമ്പോൾ ശാലിനി പറയുക, അച്ഛൻ ചിലപ്പോൾ വന്നേക്കും, അല്ലാതെ വേറെ ആരും വരത്തില്ല. എന്നാലേ ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ. പിന്നൊരു കാര്യം, ഇന്ന് ഇവിടെയാണ് എല്ലാവരും കഴിക്കേണ്ടത്, ഇവിടെ സദ്യ ഉണ്ടാക്കുന്നുണ്ട്, അമ്മയോട് പ്രത്യേകം പറയണം അവിടെ ഒന്നും ഉണ്ടാക്കരുതെന്ന്. ശരി ചേച്ചി എന്നും പറഞ്ഞ് ജയശ്രീയും പോകുന്നുണ്ട്. ശാലിനി അകത്തോട്ട് വരുമ്പം വിഷ്ണു ആ കുളിമുറിയുടെ വാതക്ക നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്, ശാലിനി, ചായ തണ്ട ടീപ്പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ടോന്ന് അറിയില്ല, ചൂട് വേണമെങ്കിലൊന്ന് ചൂടാക്കിക്കോണേ, ഞാൻ ഈ രണ്ടെണ്ണത്തിനെ ഒന്ന് കുളിപ്പിച്ചിറക്കട്ടെ. ശാലിനി, ചായക്ക് ചൂടുണ്ടോ എന്നൊക്കെ വിഷ്ണു വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ഉണ്ടാക്കിയ ചായയല്ലേ, അല്പം ചൂട് കുറഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് ശാലിനി ചായ കുടിക്കുവാണ്. അപ്പോൾ വിഷ്ണു പറയാം, അയ്യടാ, ആ ചായ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, ഞാനിപ്പോൾ പിള്ളേരെ കുളിപ്പിക്കുമല്ലയോ, അപ്പം ഞാൻ വരുമ്പോഴത്തേക്കും ആ ചായ തണുത്തു പോകും, അതുകൊണ്ടാണ് അത് വേണമെങ്കിൽ എടുത്ത് കുടിച്ചോ എന്ന് പറഞ്ഞത്, അല്ലാതെ പെണ്ണുമ്പിള്ളയ്ക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ടൈപ്പ് അല്ല ഞാൻ. പിന്നെ ഇത് എനിക്ക് വേണ്ടി എടുത്തു വെച്ച ചായ, പക്ഷെ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് ശാലിനിയെ ചായ കുടിക്കുവാണ്. ഈ സമയം രാഘവേട്ടൻ ശാലിനിയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. അല്ല അച്ഛനാണല്ലോ എന്നും പറഞ്ഞ് ശാലിനിയെ ഫോൺ അറ്റൻഡ് ചെയ്യുവാണ്. മോളെ, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ, എവിടം വരെയായി ഒരുക്കങ്ങൾ? പിറന്നാളുകാരൻ എന്തിയ മോളെ? അത് അച്ഛാ, വിഷ്ണുവേട്ടൻ കുട്ടികളെ കുളിപ്പിക്കുക. ഞാൻ അമ്പലത്തിൽ പോയതുകൊണ്ടേ വീട്ടിലെ കാര്യങ്ങളൊക്കെ വിഷ്ണുവേട്ടൻ അങ്ങ് ഏറ്റെടുത്തിരിക്കുക. രാഘവേട്ടൻ അത് കേട്ട് ചിരിച്ചിട്ട് പറയാ, കുട്ടികളെ കുളിപ്പിക്കുന്ന കാര്യമേ അവനെ ഏൽപ്പിക്കാവുള്ളൂ, പാചകമൊന്നും അവനെ ഏൽപ്പിച്ചേക്കല്ലേ. വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നതേ, അത് വെറുതെ പാഴാക്കല്ലേ. ഇല്ലച്ചാ, അടുക്കളയിൽ ഞാനേ കയറത്തുള്ളൂ, അച്ഛനും സത്യമേ വരുത്തില്ലയോ, ഫാമേ പ്രതീക്ഷിക്കണ്ട മോളെ. പിന്നെ എൻ്റെ കാര്യം, വിഭവസമൃദ്ധമായ സദ്യയാണെങ്കിൽ ഞാൻ വരാൻ നോക്കാം. എന്താ മോളെ കൊണ്ടുണ്ടാക്കാൻ പറ്റുമോ? പിന്നെ എന്താ അച്ഛാ, 2 തരം പായസമാണെങ്കിൽ അതും ഞാൻ ഉണ്ടാക്കാം. 2 പേരും മിടുക്കി കുട്ടികളായിട്ട് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ എന്നും പറഞ്ഞ് വിഷ്ണു അവിടുന്ന് വരുന്നുണ്ട്. ദാണ്ടച്ചാ, വിഷ്ണുവേട്ടൻ വരുന്നുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാം. അങ്ങനെ വിഷ്ണു ശാലിനിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട്, ഹായ് ഡാഡി പറയൂ എന്നൊക്കെ വലിയ സന്തോഷത്തോടെ പറയുവാണ്. എടാ മക്കളെ എന്ന് രാഘവേട്ടൻ വിളിക്കുന്നുണ്ട്. അച്ഛാ, അച്ഛൻ വരില്ലേ? ഞാൻ വരാൻ നോക്കാം മോനെ. ആദ്യം നിനക്ക് ഞാൻ അടിപൊളി ബർത്ത്ഡേ വിഷസ് അങ്ങോട്ട് നേരട്ടെ. ചെറുപ്പത്തിലേ നിന്നെ അമ്പലത്തിൽ കൊണ്ടുപോകുന്ന ആ നല്ല ഓർമ്മകൾ ഓർത്തോണ്ട് അച്ഛൻ്റെ സ്നേഹത്തോടെയുള്ള പിറന്നാൾ ആശംസകൾ. എൻ്റെ മോൻ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ, ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ. വിഷ്ണു സങ്കടത്തോടെ പറയുന്നു, അച്ഛൻ എന്തായാലും വരണം, അനുഗ്രഹിക്കണം. അനുഗ്രഹം എപ്പോഴും നിനക്കുണ്ടാവും, നേരിട്ട് വന്ന് പറയാനേ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. എൻ്റെ മരുമകൾ അതിനെന്നെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ, നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഒരു ചാൻസായത്, അത് ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. എൻ്റെ മരുമോൾക്കേ നല്ല കൈപ്പുണ്യമാണ്,
ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഞാനൊന്ന് നോക്കട്ടെടാ, ഞാൻ നിന്നെ വിളിച്ചോളാം എന്നും പറഞ്ഞ് രാഘവേട്ടൻ ഫോൺ കട്ട് ചെയ്യുവാണ്. ശാലിനി വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ശാലിനി ചോദിക്കുന്നു, എന്ത് പറ്റി, കണ്ണു നിറഞ്ഞല്ലോ? അച്ഛനെ എന്നെ ചെറുപ്പത്തിൽ എന്നെയും കൊണ്ട് അമ്പലത്തിൽ പോയ കാര്യമൊക്കെ പറയുമായിരുന്നു. അതെല്ലാം എൻ്റെ അച്ഛൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ മറവി രോഗമൊന്നും അതിനെ ബാധിച്ചിട്ടില്ലല്ലോ. അത് ഓർത്തപ്പോൾ ഒരു സങ്കടം വന്നതാ. അതെ, ഇന്ന് ബർത്ത്ഡേക്കാരന് സന്തോഷിക്കേണ്ട ദിവസമാണ്, അതുകൊണ്ട് സങ്കടപ്പെടാൻ പാടില്ല. ദേ ചിരിച്ച് എന്നൊക്കെ പറ ശാലിനി വിഷ്ണുവിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നിനക്കിന്നെന്തോ വ്യാപാരമേളയോ എന്തോ ഉണ്ടെന്നൊക്കെ അനു വിളിച്ച് പറഞ്ഞെന്ന് കളക്ടറോടെ ചെല്ലണമെന്ന്. അത് വൈകിട്ടല്ലേ വിഷ്ണു ഏട്ടാ, അപ്പോൾ നമുക്ക് പോകാം. പിറന്നാൾ സമ്മാനമായിട്ട് എനിക്കൊരു ഉമ്മതാ എന്നിങ്ങനെ ശാലിനിയോട് പറയുമ്പോഴേക്കും മക്കൾ രണ്ടുപേരും ഓടി വന്ന് ഹാപ്പി ബർത്ത്ഡേ അച്ഛാ എന്നും പറഞ്ഞ് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുവാണ്. അതെ, നിങ്ങൾ എന്നെ നേരത്തെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്? സത്യം പറയാം, എപ്പോഴും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ മക്കൾ വീണ്ടും എന്നാ ഹാപ്പി ബർത്ത്ഡേ അച്ഛാ എന്നും പറഞ്ഞ് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുവാണ്. ഈ സമയം ശാരദാമ്മയുടെ ഹോട്ടലിൽ തകർത്ത് പിടിച്ച് കച്ചവടം നടക്കുവാണ്. ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ശാരിക ഓരോരുത്തർക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട്. ശാരദാമ്മ ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഭക്ഷണം കഴിക്കാൻ വന്ന ഒരാൾ ശാരികയോട് ചോദിക്കുന്നു, മോളിപ്പോൾ ഇവിടെയാണോ? അതെ എന്ന് പറയുമ്പോൾ ഭർത്താവും കൂടെ വന്നിട്ടുണ്ടോ എന്നുള്ള കുശലാന്വേഷണമൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പണ്ടെങ്ങോ കണ്ട ഓർമ്മയേ ഉള്ളൂ. അപ്പം ശാരദാമ്മ വന്നിട്ട് പറയാം, അതെ കുറച്ച് ദിവസം ഞങ്ങളുടെ അടുത്ത് നിർത്താൻ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയതാ. എന്നുമെന്നും ഭർത്താവിൻ്റെ വീട്ടിൽ അവരെ നോക്കി അങ്ങ് നിന്നാൽ മതിയോ? കുറച്ച് ദിവസം സ്വന്തം വീട്ടിൽ നിൽക്കട്ടെ എന്നേ. ശാരദാമ്മ പറഞ്ഞതൊക്കെ ശരിയാ. വന്നിട്ടൊരു 10 ദിവസം കഴിഞ്ഞ് പോയില്ലെങ്കിലാ നമുക്ക് പിന്നെ ആദ്യം തുടങ്ങുന്നത്. എന്ത് കുഴപ്പമുണ്ടാക്കിയിട്ടാ ഇവരീ വന്ന് നിൽക്കുന്നതെന്ന് നാട്ടുകാർ ചോദിക്കും. ഇതെല്ലാം ഗോപാലേട്ടൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഗോപാലേട്ടൻ പറയാം, ഇത് പിന്നെ വഴക്കം വക്കാലോ ഒന്നും ഇല്ലാത്ത ഒരുത്തനെ ഇവക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളായതുകൊണ്ടേ നമ്മളെ കുഴപ്പത്തിലാക്കുന്ന വിശേഷം ഒന്നും അവിടെ ഇല്ല. അത് പിന്നെ ഗോപാലേട്ടനും ശാരദാമ്മയും ചെയ്ത നന്മയാണ്. അപ്പോഴങ്ങോട്ടൊരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഓട്ടോറിക്ഷയിൽ നിന്ന് നൂർജഹാനാണ് ഇറങ്ങി വരുന്നത്. പെട്ടിയും ബാഗും ഒക്കെ ആയിട്ട് വരുന്ന നൂർജഹാനെ കണ്ട് ശാരദാമ്മയും ഗോപാലേട്ടനും ഒന്ന് ഞെട്ടുന്നുണ്ട്. പെട്ടെന്ന് ശാരദാമ്മ നൂർജഹാൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ശാരദാമ്മ ഒന്ന് നൂർജഹാനോട് ചോദിക്കുക, എന്താ മോളെ, എന്താ ഇങ്ങനൊരു വരവ്? ചില കാര്യങ്ങളുണ്ടായി, എനിക്കവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. ഗോപാലേട്ടനെയും ശാരികയും കടയിൽ നിന്നുകൊണ്ട് നോക്കുന്നുണ്ട്. ശാരദാമ്മ നൂർജഹാനോട് പറയുന്നു, വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഗോപാലേട്ടന് എഴുന്നേറ്റ് പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ശാരിക മനസ്സിൽ പറയാം, അവളെ കണ്ടതും രണ്ടുപേരും ഒന്ന് പരിഭ്രമിച്ച് ഓടിയല്ലോ. എന്തായിരിക്കും കാര്യം? ശാരദാമ്മ ചോദിക്കുന്നു, എന്താ നൂറെ, എന്താ നിന്റെ വരവിൻ്റെ ഉദ്ദേശം? ഇനിയും എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാക്കാനാണോ? നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ കാരണം ഉറക്കം പോകുന്നത് ഞങ്ങൾക്കാ. നൂർജഹാൻ കരഞ്ഞോണ്ട് പറയുക, മാമ നസീർക്കായെ കാണാത്ത ദേഷ്യം മുഴുക്കെ എന്നോട് തീർക്കുക. ഇന്നലെ രാത്രിയിൽ സ്വത്തുക്കൾ മുഴുക്കെ എഴുതി കൊടുക്കണമെന്നും പറഞ്ഞ് എന്നോട് ബഹളമായിരുന്നു. പിന്നെ മാമിയാണ് എന്നെ സത്യാമ്മയുടെ വീട്ടിൽ രാത്രിയിൽ കൊണ്ടാക്കിയത്. പക്ഷെ അനൂപ് പറഞ്ഞു ഞാൻ അവിടെ സേഫ് അല്ല, ശാരദാമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാൻ. അതാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഗോപാലേട്ടൻ വന്നിട്ട് പറയുക, അതൊന്നും ശരിയാവില്ല. അല്ലെങ്കിൽ തന്നെ 100 പ്രശ്നങ്ങളായി ഇവിടെ. എല്ലാം നിങ്ങളായിട്ടുണ്ടാക്കി വെച്ചതാ. അതിൻ്റെ കൂടെ ഈ ഒരു പ്രശ്നം കൂടെ ഞങ്ങൾക്ക് താങ്ങാനാവില്ല. അതുകൊണ്ട് തുറന്നു പറയുന്നതിൽ മോൾ ഒന്നും വിചാരിക്കരുത്. ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്നാലേ സത്യാമ്മയ്ക്കോ അച്ഛനും മാമ ഒരു സൗകര്യവും കൊടുക്കില്ല. നസീർക്കായെ കാണാത്തതിൻ്റെ ചൊരുക്കം മുഴുക്കെ മാമ തീർക്കുകയും ചെയ്യും. പിന്നെ അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും. പിന്നെ തൊട്ടടുത്തല്ലേ, അതുകൊണ്ടാണ് അനൂപ് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞത്. ഇതെല്ലാം ശാരിക അവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് ഗോപാലേട്ടൻ തീർത്ത് പറയുവാണ്. ശാരദാമ്മേ എന്നും പറഞ്ഞ് കൈ പിടിച്ച് കരയുവാണ് നൂർജഹാൻ. ശാരദാമ്മേ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാൽ ഇനി ഞാൻ എന്ത് ചെയ്യണം? മോള് ഞങ്ങളുടെ പ്രയാസങ്ങളോടൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ രണ്ടുപേരുടെ ഈ ബന്ധത്തിൻ്റെ പേരിൽ എല്ലാവരിൽ നിന്നും പഴി കേട്ടതും പ്രശ്നങ്ങൾ നേരിട്ടതും ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ്. ഇനി ഇതിൻ്റെ പേരിൽ വരുന്നതൊക്കെ താങ്ങാനുള്ള ശക്തി ഇല്ലാത്തതിൻ്റെ പേരിൽ പറയുക, ഞങ്ങളെ ഒന്ന് വെറുതെ വിട്. ഇനി ഇതിൻ്റെ പേരിൽ ബലിയാടാകാൻ ഞങ്ങളില്ല. മോൾ ഇപ്പം തന്നെ തിരിച്ചു പോ. ശാരദാമ്മേ, അനൂപ് പറഞ്ഞത്. ഗോപാലേട്ടൻ കുറച്ച് ദേഷ്യത്തിൽ പറയുവാണ്. അനൂപല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾക്കിവിടെ ഇപ്പം നിന്നെ കയറ്റി താമസിപ്പിക്കാനേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഈ നിമിഷം നീ ഇവിടുന്ന് ഇറങ്ങണം. വാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് നൂർജഹാൻ്റെ കൈക്ക് പിടിച്ചിട്ട് പെട്ടിയും എടുത്തോണ്ട് ഗോപാലേട്ടൻ പുറത്തോട്ട് വരുവാണ്. അങ്ങനെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ഗോപാലേട്ടൻ പറയുന്നു, ദാണ്ടെ ചോദ്യം പറച്ചിലും ഒന്നുമില്ല, വേഗം ഇറങ്ങാൻ നോക്ക്.
നൂർജഹാനും ദേഷ്യത്തോടെ തന്നെ പറയുവാണ്, ഞാനിവിടെ നിൽക്കാൻ തന്നെയാണ് വന്നത്. നിൽക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ എനിക്കൊരു കാര്യം അറിയണം. അത് നസീറിക്കായ്ക്ക് എന്താ സംഭവിച്ചത്? ഗോപാലേട്ടനും ശാരദാമ്മയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നൂർജഹാൻ അങ്ങനെ ചോദിക്കുമെന്ന്. രണ്ടുപേരും ഞെട്ടി പതറി അങ്ങ് നിൽക്കുവാണ്. ചാരിക അവിടെ നിന്ന് നോക്കിയിട്ട് പറയുന്നു, എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇവിടെ അന്നേ ദിവസം നസീർക്ക വന്നെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ നസീർക്കായെ കണ്ടതുവാ. പിന്നെ എന്താണ് നസീർക്കായ്ക്ക് സംഭവിച്ചത്? അത് പിന്നെ ഞങ്ങൾക്കാർക്കും അവൻ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോഴേക്ക് ശാരിക ഓടി അവിടെ എത്തിക്കഴിഞ്ഞു. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നവരെല്ലാം പെട്ടെന്ന് പുറത്തിറങ്ങി നിൽക്കുവാണ്. നൂർജഹാൻ ശബ്ദത്തിൽ തന്നെ പറയുവാണ്, നിങ്ങൾ രണ്ടുപേരും പറയുന്നത് പച്ചക്കള്ളമാണ്. നസീർക്കായ്ക്ക് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. അതറിഞ്ഞിട്ടേ എനിക്കിവിടുന്ന് പോകാൻ പറ്റൂ. എന്നിട്ടേ ഞാനിവിടുന്ന് പോകൂ. ഗോപാലേട്ടൻ ഫൈന് ശാരദാമ്മയെ നോക്കുന്നത്. ശാരദാമ്മയും അതുപോലെ ഫൈന് നിൽക്കുവാണ്. ഹോട്ടലിലുള്ളവരെല്ലാവരും ഇവരെ നോക്കുകയും ചെയ്യുന്നുണ്ട്. ശാരിക ചോദിക്കുന്നു, ആരാമ്മ ഇത്? ശാരദാമ്മ പറയുന്നു, ഇത് നമ്മുടെ അനൂപ് കല്യാണം കഴിച്ച പെണ്ണാ. ഇവൾ 1-2 ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതാ. ശാരദാമ്മ പെട്ടെന്ന് നൂർജഹാനോട്, വാ മോളെ. അത് കേട്ടിട്ട് ഗോപാലേട്ടൻ, ശാരദേ, ഗോപാലേട്ട, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു, മോള് വാ എന്നും പറഞ്ഞ് നൂറിനെ വിളിച്ചുകൊണ്ട് ശാരദാമ്മ അകത്തോട്ട് പോവുകയാണ്. ശാരിക ചോദിക്കുന്നു, ഇവളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഇവൾ ആരെയൊക്കെ കുറിച്ച് തിരക്കുന്ന കണ്ടല്ലോ. കടയിൽ ആൾക്കാരുണ്ടല്ലോ, നീ എന്തിനാ ഇങ്ങോട്ട് ഓടി വന്നത്? 2 ആൾക്കാർ നോക്കി നിൽക്കുന്ന കണ്ടില്ലേ? ശാന്തേ, നീ ആൾക്കാരെ വിളിച്ച് അകത്തോട്ട് പോ. ഗോപാലേട്ടൻ ദേഷ്യത്തോടെ ശാരികയോട് പറയാം, കടയും തുറന്നു വെച്ച് തോന്നിയ പോലെ ഇറങ്ങി വന്നിരിക്കുക. നീ അവിടെ ഇരിക്കുമെന്ന് കരുതിയല്ലേ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത്? എന്നിട്ട് എൻ്റെ പിന്നാലെ ഓടി വന്നേക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിന്നെയൊക്കെ എങ്ങനെയാണ് ഈ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കുന്നത്? ചെല്ലടി കടയിലോട്ട്. ശാരിക അവിടെ നിന്ന് കടയിലോട്ട് പോയെങ്കിലും ശാരിക തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇതിനകത്ത് എന്തോ പന്തികേടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. വെട്ടിയുമായിട്ട് അകത്തു വന്ന് നിൽക്കുന്ന നൂർജഹാനെ കണ്ടുകൊണ്ട് ശാരദാമ്മയ്ക്ക് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുവാണ്. ഗോപാലേട്ടനെ വന്ന് അതുപോലെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ സമയം രാഘവേട്ടൻ വിഷ്ണുവായിട്ട് ഫോൺ ചെയ്ത് സംസാരിക്കുവാണ്. എടാ, നിനക്ക് നിന്റെ അമ്മയുടെ സ്വഭാവം അറിയത്തില്ലയോ? അവൾക്ക് തന്നെ അവിടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ എങ്ങനെയാടാ അവളെയും വിളിച്ചോണ്ട് പിറന്നാൾ സദ്യയുടെ പേരും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരുന്നത്? അച്ഛാ, അമ്മ എന്തിനാച്ചാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അമ്മ ശാലിനിയെ അംഗീകരിക്കുന്ന ഒരു ദിവസം അമ്മയുടെ മുന്നിൽ ഓടിയെത്താൻ കാത്തിരിക്കുവാണ് ഞങ്ങൾ. എനിക്ക് അമ്മയോട് ഒരു വഴക്കും ഇല്ലിപ്പോൾ, സ്നേഹം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, ശാലിനിക്കും അങ്ങനെ തന്നെയാണ്. വഴക്ക് മുഴുവനും അമ്മയ്ക്ക് മാത്രമാണ്. മോനെ, നിനക്കറിയാവുന്നതല്ലേ നിൻ്റെ അമ്മയുടെ സ്വഭാവം? നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അമ്മയുടെ രീതിക്കനുസരിച്ച് നമുക്ക് മാറാനേ സാധിക്കത്തുള്ളൂ. അവളുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒപ്പം നിന്ന ഞാൻ കൂടെ നിന്ന് തലയാട്ടുന്ന ഒരു പാവയാ. നിങ്ങളങ്ങനെ ആകണമെന്നല്ല അച്ഛൻ പറഞ്ഞത്. അവളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് കൂടെ നിൽക്കാൻ പറ്റുമോ എന്ന് നോക്ക്. ശാലിനി വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി മക്കളുടെ കയ്യിൽ കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നത്, അച്ചാച്ചനോട് പിറന്നാൾ സദ്യ കഴിക്കാൻ വരാൻ പറ. അച്ഛൻ്റെ പിറന്നാളായിട്ട് നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ എന്നൊക്കെ സത്യ പറയുന്നുണ്ട്. അങ്ങനെ വേണം മക്കളെ, അച്ചാച്ചൻ വരാം കേട്ടോ. അപ്പോൾ സത്യാമ്മ അമ്പലത്തിൽ പോയിട്ട് വരുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് രാഘവേട്ടൻ, മക്കളെ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുവാണ്. രാഘവേട്ടൻ സത്യാമ്മയോട് പറയാ, ഇന്നലെ മുഴുക്ക മകനെ ചീത്ത പറഞ്ഞ്, ഇന്ന് പോയി ഭഗവാനോട് പ്രാർത്ഥിക്കുക ആ ചീത്തയൊന്നും ഫലിക്കല്ലേ അല്ലേ? എന്തൊക്കെ ഞാൻ പറഞ്ഞാലും അവൻ എൻ്റെ മകനല്ലാതാവില്ലല്ലോ. ഞാൻ പെറ്റുപോയില്ലേ, ഒരമ്മയുടെ കടമ നിർവഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സത്യാമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ രാഘവേട്ടൻ പറയും, ഓ, അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ അവൻ ക്ഷണിച്ച വീട്ടിൽ ചെന്ന് അവൻ്റെ പിറന്നാൾ സദ്യയിൽ പങ്കുകൊള്ളുകയായിരുന്നു വേണ്ടത്. അതാണ് ഒരമ്മയുടെ കടമ. മോനോടുള്ള സ്നേഹം കാണിക്കേണ്ടതേ അങ്ങനെയൊക്കെ തന്നെ. സത്യാമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ദാണ്ടേ, നിങ്ങൾ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ കൊണ്ടുപോയി നിങ്ങൾക്ക് നിങ്ങളുടെ മരുമകളുടെ മുന്നിൽ നിർത്തണം. എന്നിട്ട് അവൾ വെച്ച ഭക്ഷണം എന്നെ കൊണ്ട് കഴിപ്പിക്കണം. നിങ്ങൾ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ എന്നെ അവളുടെ കാൽ ചുവട്ടിൽ എത്തിച്ചേക്കാവെന്ന്? അയ്യോ, നിന്നോട് പറഞ്ഞ് ജയിക്കാൻ എനിക്കാവില്ല. കാരണമേ ഒരു രീതിയിൽ ഒത്തുപോകാൻ നിനക്ക് സാധിക്കില്ല. നിന്റെ മനസ്സ് നിറയെ ശാലിനിയുള്ള വെറുപ്പും വിദ്വേഷമാണ്. അതെന്ന് തീരുന്ന അന്നേ നിനക്ക് നല്ല ഇഷ്ടത്തോടുകൂടി അവളെ കാണാൻ പറ്റൂ. ഞാൻ ഇതുവരെ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയും. സത്യമ്മ പറയുക. അപ്പോൾ പൊന്നി അങ്ങോട്ട് വരുന്നുണ്ട്. പൊന്നിയോട് ചോദിക്കുന്നത്, എന്താ പൊന്നി ഇത്രയും താമസിച്ചത്? അത് സത്യമ്മേ, എന്നും വരുന്ന സമയം ആയിട്ടല്ല ഉള്ളു. പെട്ടെന്ന് രാഘവേട്ടനോട് സത്യമ്മ പറയാം, വേണ്ടേ, ഞങ്ങളിപ്പോൾ സെയിലിന് പോകും, ഇവിടുന്ന് ഒരിടത്തേക്കും പോയേക്കരുത്. പറഞ്ഞു കേട്ടല്ലോ, ഒരിടത്തേക്കും പോയേക്കരുതെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, സത്യമ്മ പറയുന്നൊന്നും നമ്മുടെ രാഘവേട്ടൻ കേൾക്കാൻ പോകുന്നില്ല. രാഘവേട്ടൻ തീർച്ചയായിട്ടും വിഷ്ണുവിൻ്റെ പിറന്നാളാഘോഷത്തിന് പോയിരിക്കും. അതറിഞ്ഞ സത്യാമ്മ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടും? നൂർജഹാൻ്റെ ചോദ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ഗോപാലേട്ടനും ശാരദാമ്മയും സത്യങ്ങൾ പറയുമോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.